അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കെല്ലാവർക്കും സുഖമല്ലേ? എനിക്കും പറഞ്ഞിട്ടില്ലേ, നമുക്കെല്ലാവർക്കും സുഖം തന്നെ. ആദ്യം ഞാൻ വിചാരിച്ച് രാവിലെ ചായയോടെ അങ്ങനെ അപ്പോൾ പുട്ടും ചിക്കൻ കറിയാക്കാമെന്ന് വെച്ച് അതിനായിട്ട് മൂന്ന് ചെറിയ ഇതിന് ഉള്ളി എടുത്ത്, കൊച്ചുള്ളിയല്ലേ, 3 ചെറിയ ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ട് രണ്ട് തക്കാളിയും ഉള്ളി വഴന്ന് വരുമ്പോൾ 2 തക്കാളിയും കട്ട് ചെയ്ത്, പിന്നെ അതിൽ മല്ലിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ട്, പിന്നെ കുറച്ച് ഇതായാലും ഓർമ്മ വന്നാൽ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടില്ല, അപ്പോൾ പച്ചമുളക് ഇട്ടു. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിൻ്റെ പേസ്റ്റാണ്, അല്ല പച്ചമുളക് പേസ്റ്റല്ല, പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കും. പിന്നെ ചിക്കൻ ഇട്ട് ഒന്ന് വിസിലടിച്ചപ്പോൾ അതായി. അപ്പോഴേക്കും ഞാൻ മറിയത്തിനെ കൂട്ടാൻ വേണ്ടി ഉള്ളിലേക്ക് പോയി. മറിയ എണീച്ചിട്ടില്ലായിരുന്നു. അവൾ എണീച്ചൊന്ന് നമുക്ക് പല്ലെല്ലാം കഴിച്ചു കൊടുത്താലും അവൾ പറയുന്നു കുളിക്കലും അപ്പോൾ അവളോട് പറഞ്ഞു എനിക്ക് പുട്ട് ബിരിയാണി വേണ്ടത്. പുട്ട് ബിരിയാണി കൊടുത്തു. കഴിക്കുമൊന്നും ചെയ്യില്ല, എന്നാലും പറയില്ല പുട്ട് ബിരിയാണിയാണ് വേണ്ടത്. പിന്നെ എല്ലാവർക്കും പുട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും നമ്മൾ അവളെ കൂടെ തന്നെ കഴിക്കുമേ. ഫുഡ് കഴിച്ചതിന് അപ്പോഴേക്കും വണ്ടി വന്നു. അവൾ പോയപ്പോൾ അവിടെ തന്നെ ഇക്കാക്കി ഞാനെല്ലാം കൂടിയിട്ട് ടാങ്ക് കയറാന്ന് വെച്ച്. മേലെ വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് ഇതായി കളറും. അതിനപ്പുറം പണിക്കാറുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആത്ത മരണ്ട്, അത് നല്ലോണം ആത്തൊക്കെ ചക്കയായിരുന്നു. അതായി പിന്നെ കാണിച്ചത്. പിന്നെ മുകളിൽ കയറിയപ്പോൾ ഇക്കാക്കാൻ്റെ ഒരു കുഞ്ഞുങ്ങളെ കാണാമെന്ന് വെച്ച് കുറേ ബ്രീഡായിന്നല്ല അന്നേരം പറയലുണ്ട്. ഞാൻ പിന്നെ അതൊന്നും നോക്കലില്ല, കുറേ ആയി കയറാത്ത. അതിനെ നോക്കി ആര് കയറാനൊന്നും വിടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പേടിച്ച് കൊണ്ട് നിർത്തും. നമുക്ക് മൂന്ന് വർഷം നമുക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഓൾക്ക് കണ്ണൂരിൽ ഫസ്റ്റായിരുന്നു. 18 മണിക്കൂറും അങ്ങനെ 14 വർഷത്തിന് ശേഷം കണ്ണൂർ നമുക്കാണ് ഫസ്റ്റ് കിട്ടിയത്. കണ്ടിട്ടുണ്ടാവില്ല, ഒരു പത്രത്തിലെല്ലാം ഉണ്ടായിരുന്നു, റേഡിയോ മുമ്പെല്ലാം വന്നായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളിപ്പം കുറേ തെങ്ങെല്ലാം തുറക്കുമ്പോൾ മരയെല്ലാം മുറിച്ചിട്ടില്ലേ, നല്ല വനം പോലെയായിരുന്നു. ഇപ്പം നല്ല ഇതായി കാറ്റും. പക്ഷേ ചൂടിന് ഭയങ്കര വിഷമമാണ്. നമ്മളെ പ്രാവിനൊന്ന് ശരിക്കും കാണിച്ചു തന്നു വെച്ച്. അപ്പോഴേക്കും താഴെ വന്ന് അലക്കെല്ലാം കഴിഞ്ഞ്. പിന്നെ കേബേജ് തോരനാക്കാൻ വെച്ച്. അതിനായിട്ട് കേബേജ് ചെന്ന് വെച്ചിട്ട് നമ്മൾ പൊടി വെച്ച് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട്, പിന്നെ ചീനച്ചട്ടിയ ചൂടാകാൻ വെച്ച് അതിൽ കടുക് പൊട്ടുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താലല്ലേ അതിൽ ഇതുണ്ടാവില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവുന്നല്ലോ പറയും. പിന്നെ അതിനെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് അതിനെ ആകുമ്പോൾ ഇക്കാ പറഞ്ഞ് എനിക്ക് വെള്ളം വേണം, എന്തെങ്കിലും ജ്യൂസാക്കണം. ഇക്കാക്ക് എന്നെ റേഷൻ പുട്ട് കുറച്ചുണ്ടായിരുന്നു. റേഷൻ പുട്ട് ജ്യൂസ് അടിച്ചതാണ്. പിന്നെ റേഷൻ പുട്ട് ജ്യൂസായി കൊടുത്ത് നമ്മളെല്ലാവരും കുടിച്ചു. പക്ഷേ നല്ല പുളിയായിരുന്നു കേട്ടോ, അസാധ്യം പുളി. ഇപ്പോഴത്തെ ആയിട്ടാണ് മഴയെല്ലാം കൂടിയിട്ടാണ് എന്തൊരു പുളി, ഭയങ്കര പുളിയായിട്ട്. പിന്നെ നോക്കുമ്പം കരുതി കാബേജ് തോരനായോടെ ഉള്ളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ആ കാബേജ് അടുപ്പിൽ വെച്ചിട്ട് തന്നെ അപ്പാടെ തന്നെ എന്താക്കി വീട്ടിൻ്റെ ഉള്ളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞാടെ തന്നെ കുളിച്ച് നിസ്കരിച്ച് നിസ്കരിക്കാനും പറ്റില്ല, എന്താ വെച്ചാൽ ഇതിനെല്ലാം നിന്നില്ലേ. നിസ്കാരം കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് ഉറങ്ങി. നല്ലൊരു ഉറക്കം ഉറങ്ങി. 2 കാലമായി എണീക്കും. പിന്നെ ഉമ്മാപ്പാടും പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം നോക്കിക്കോന്ന് പറഞ്ഞു. പിന്നെ കേബേജ് വരണെല്ലാം കൂട്ടി ചോറും കഴിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും.